ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം മൈൻഡ് സെറ്റ് ചേഞ്ചിങ് ആണ്. അതായത് നമ്മൾ ഒരാളുടെ ഫിറ്റ്നസ്, അതായത് ശരീരഭാരം കുറക്കാൻ ഒരാൾ കമ്മ്യൂണിറ്റി വരുന്ന സമയത്ത് നമ്മൾ എക്സസൈസ് അല്ലാതെ തുടങ്ങുക. അവരെ ഫിറ്റ്നസ്സിൻ്റെ മൈൻഡ് സെറ്റ്, അവരുടെ മൈൻഡ് സെറ്റ് ചിന്തകളിലാണ് മാറ്റം വരുത്തേണ്ടത്. ചില ആളുകൾ വിചാരിക്കുന്നുണ്ടാവും എക്സസൈസ് ചെയ്താൽ മാത്രം മെലിയും. ഇല്ല, എക്സസൈസ് ചെയ്താൽ മെലിയും, പക്ഷേ നിങ്ങളെ ചിന്തകളെ നിയന്ത്രണത്തിലാക്കിയിട്ട് നിങ്ങളെ ചിന്തയിൽ ഒരുപാട് തെറ്റായ ചിന്തകൾ എല്ലാം ക്ലിയർ ചെയ്തിട്ടും ശേഷം വേണം എന്ത് ചെയ്യുക, എക്സസൈസ് ചെയ്ത് തുടങ്ങാൻ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ വന്ന് തുടങ്ങി എങ്ങനെ വരുന്നത്, മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യുക. നമ്മളെ ചിന്തകൾ കറക്റ്റ് ചെയ്യുക, ചിന്തകളുടെ പ്രയാസങ്ങളൊക്കെ മാറ്റിയിട്ട് നോക്കുക. പൊതുവേ ഈ സ്ത്രീകൾക്ക് ഒരുപാട് തെറ്റായ ചിന്താഗതികളുണ്ട്. അതിലൊന്ന് പ്രധാനപ്പെട്ട ഒന്നാണെന്ത്, അവർ പറയും എൻ്റെ ശരീരം ഞാൻ ഒരിക്കലും മെലിയില്ല. പലരും അങ്ങനെ ഉറച്ച് വിശ്വസിക്കുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. മിക്ക ആളുകളും ഉറച്ച് വിശ്വസിക്കുന്നത് എന്താണ്, ഞാൻ ഒരിക്കലും മെലിയില്ല. കാരണം അവർ പല കാരണങ്ങൾ കണ്ടെത്തും. അതായത് എൻ്റെ അമ്മ തടിച്ചിട്ടാണ്, അല്ലെങ്കിൽ അച്ഛൻ തടിച്ചിട്ടാണ്, അമ്മായി തടിച്ചിട്ടാണ്, എൻ്റെ ബന്ധുക്കളെല്ലാം തടിച്ചിട്ടാണ്, ഞാനും തടിച്ചിട്ടാണ്. ഇത്തരം ചിന്തകൾ മാറ്റേണ്ടതുണ്ട്. അതിലൊരു ചിന്ത. മറ്റൊരു ചിന്തയാണ് എന്ത് ചെയ്യുക, ഞാൻ പല എക്സസൈസ് ഞാൻ ചെയ്തു നോക്കി, പല ഭക്ഷണ രീതികളും ഞാൻ ചെയ്തു നോക്കി, മാറുന്നില്ല, ഇനിയും മാറൂല. അങ്ങനെ ചിന്തിക്കുക. അവർ ഒന്നും പറയാം. ചില എക്സസൈസുകൾ എങ്ങനെ വിചാരിക്കും, ഞാൻ ഒരുപാട് എക്സസൈസ് ചെയ്തല്ലോ, പല കമ്മ്യൂണിറ്റി ഞാൻ ചേർന്ന് നോക്കി, പിന്നെ ഇതെന്താ എൻ്റെ തടി മാറുന്നില്ല, എൻ്റെ തടി ഇനി മാറൂല. ആ ചിന്ത മനസ്സിലാവുന്നില്ല. ഇങ്ങനത്തെ ചിന്തകൾ മനസ്സിൽ മാറ്റണം. പിന്നെ ഒരു കൂട്ടം ഇങ്ങനെ വിചാരിക്കുന്നതാണ്, പ്രസവത്തിന് ശേഷം ഞാൻ നേരത്തെ നല്ല ഭംഗിയുള്ള ആളായിരുന്നു, നല്ല ബോഡി ഷേപ്പൊക്കെ ഉള്ള ആളായിരുന്നു, പ്രസവത്തിന് ശേഷം എല്ലാം നഷ്ടപ്പെട്ടു, നിരാശ. ഇത് മാറ്റിയെടുക്കാൻ പറ്റും നമുക്ക്. പിന്നെ മറ്റൊരു കൂട്ടർ വിചാരിക്കുന്നത് എന്താണ്, എനിക്കെന്താണ് തൈറോയ്ഡ് ഉണ്ട്, എനിക്ക് PCOD ഉണ്ട്, ഒരിക്കലും ഞാൻ മെലിയാൻ പോകുന്നില്ല. ഇങ്ങനത്തെ ചിന്തകൾ കൊണ്ട് നടന്നാൽ, അതായത് ഇങ്ങനത്തെ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ കോൺക്രീറ്റ് ആയിട്ട് ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും മെലിയാൻ പോകുന്നില്ല. കാരണം മെലിയാൻ ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്, ഇതിനൊക്കെ ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്, ഒരുപാട് എന്ത് ചെയ്യുക, എന്താ പ്രശ്നപരിഹാരങ്ങൾ അതൊക്കെ ഇതിലുണ്ട്, മേഖലകൾ ഇതിലുണ്ട്. ഇതൊന്നും നമ്മളെന്താ ചെയ്യുന്നത്, ഇത് നടക്കൂല, എന്നെക്കൊണ്ട് കഴിയില്ല, എന്നെക്കൊണ്ട് നടക്കൂല. ഇതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ നാടുകളിലുണ്ടോ ഈ കിണറിൽ, ആഴമുള്ള കിണറിൽ ഇറങ്ങുന്ന ജോലിക്കാരുണ്ടോ, ആഴമുള്ള കയറിൽ ഇറങ്ങുക, തൂങ്ങിന് ഇറങ്ങുക ചെയ്യുക. ഇതിൽ കിണറിൽ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ആരോഗ്യം അത്യാവശ്യം വേണം. എന്നാൽ നല്ല ആരോഗ്യം വിചാരിച്ചിട്ട് കിണറ്റിലിറങ്ങി കയറാൻ കഴിയില്ല. കിണറ്റിലിറങ്ങണമെങ്കിൽ ഒന്ന് ആരോഗ്യം വേണം, രണ്ട് ഒരു ധൈര്യം അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് വേണം. എനിക്ക് ധൈര്യമായിട്ട് കിണറ്റിൽ ഇറങ്ങാൻ പറ്റും, ഞാൻ ധൈര്യമായിട്ട് തിരിച്ച് കയറുമെന്നുള്ള ചിന്ത, എന്നെക്കൊണ്ട് കഴിയുമെന്നുള്ള ചിന്ത വേണം. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ആരോഗ്യം ഉള്ളവരോട് മാത്രം ആരോഗ്യം വിചാരിച്ചും കണ്ട് നല്ല മസിലന്മാരാണെങ്കിൽ ചിലപ്പോൾ കയറാൻ കഴിയില്ല, ഫയർഫോഴ്സ് വരേണ്ടി വരും. പക്ഷേ ഇതിനെന്ത് വേണം, നമുക്ക് അത്യാവശ്യം ആരോഗ്യം വേണം, നമ്മുടെ ചിന്തകൾ ക്ലിയർ ആണ്. എന്നെക്കൊണ്ട് കഴിയും, ഞാൻ മെലിയും, അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ വരും. അതാണ് ഇതിൻ്റെ ഫസ്റ്റ് മൈൻഡ് സെറ്റ് ചേഞ്ചിങ് വരിക. ഇതിൽ ചെയ്യേണ്ട എന്താണ്, ഞാൻ എക്സസൈസ് ചെയ്യാൻ തുടങ്ങുകയാണ്, എന്നെക്കൊണ്ട് എന്തായാലും മെലിയാൻ സാധിക്കും, ഞാൻ എന്തായാലും ഒരു വാശിൻ്റെ ഉള്ളിൻ്റെ വാശിയില്ല, ആ വാശി വരണം, ഞാൻ എന്തായാലും മെലിയും, എനിക്ക് മെലിഞ്ഞേ പറ്റൂ, എനിക്കൊരു 6 മാസം ഒരു വർഷത്തിനുള്ളിൽ നല്ല ഷേപ്പോടെ എൻ്റെ ബോഡി കൊണ്ടുവരേണ്ടതുണ്ട്, എനിക്ക് മെലിയാൻ കഴിയും, ഞാൻ മെലിയും, എനിക്ക് മെലിയാൻ കഴിയും. ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ആദ്യം വേണം. ഈ നെഗറ്റീവ് ഒക്കെ ഒഴിവാക്കുക. ഇങ്ങനത്തെ ഒരു എന്ത് ചെയ്യുക, ഒരു മാനസികാവസ്ഥ വേണം. അപ്പം ഇങ്ങനത്തെ ഈ പഴയ ചിന്താഗതി തച്ചുടക്കണം ആദ്യത്തെ സംവിധാനം. പഴയ തെറ്റായ നെഗറ്റീവ് ചിന്തകളെ, എന്നെക്കൊണ്ട് കഴിയില്ല, അല്ലെങ്കിൽ ഞാൻ മെലിയില്ല, അങ്ങനത്തെ തെറ്റായ ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്ന് മുഴുവൻ മാറ്റിയെടുത്തിട്ട് എന്ത് ചെയ്യുക, എന്നെക്കൊണ്ട് കഴിയും. കാരണം എത്രയോ ആളുകൾ തടിച്ചുള്ള മെലിയുന്നുള്ള നാട്ടിൽ, എന്നെക്കൊണ്ട് കഴിയും, ഞാൻ മെലിയും, എന്നെക്കൊണ്ട് കഴിവിന് പോസിറ്റീവ് ചിന്തകൾ ഉണ്ടാക്കിയെടുക്കുക ആദ്യം ഒന്ന്. പിന്നെ ഇതിനും ഒരുപാട് ഈ നെഗറ്റീവ് ചിന്തകൾക്ക് മറ്റു ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. അതായത് ചില മെൻ്റൽ ബ്ലോക്കുകളുണ്ട്. ചില സ്ത്രീകൾ ഉറച്ച് വിശ്വസിക്കും, ചില മെൻ്റൽ ബ്ലോക്കുകളുണ്ട്. അതിലൊന്നാണ് നമ്മൾ എക്സസൈസ് ചെയ്തു, മിക്ക ആളുകളും എക്സസൈസ് അല്ലെങ്കിൽ വെയിറ്റ് ലോസിന് ഇറങ്ങാതിരിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. മെൻ്റൽ ബ്ലോക്കുകൾ അതിലൊന്നാണ് നമ്മളിപ്പോൾ എക്സസൈസ് ചെയ്ത് വിചാരിച്ചോ, എക്സസൈസ് പരാജയപ്പെട്ടാൽ പിന്നെ പരാജയത്തോടുള്ള പേടിയുള്ള ആളുകളുണ്ട്. അതായത് ഫിയർ ഓഫ് ഫെയിലിയർ, തോൽവിയോടുള്ള പേടി. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ എന്ത് പരിപാടിയിൽ മുന്നിട്ട് ഇറങ്ങണം, തോൽക്കൂല എന്ന് വിചാരിച്ചിട്ട് വേണം മുന്നിട്ട് ഇറങ്ങാൻ. അപ്പം തോൽക്കൂല, മനസ്സിലാവുന്നുണ്ടോ? തോൽക്കുമെന്ന് വിചാരിച്ചിറങ്ങിയാൽ തോൽക്കൂല, ഞാൻ ജയിക്കുമെന്ന് വിചാരിച്ചിറങ്ങിയാൽ 99.99% എന്ത് ചെയ്യും, നമ്മൾ ജയിച്ചിരിക്കും. അപ്പോൾ ഫിയർ ഓഫ് ഫെയിലിയർ,
ഞാൻ തോൽക്കും എന്നുള്ള കാരണത്താലാണ് പല ആളുകളും എക്സസൈസ് ചെയ്യാത്തത്. ഒന്ന്. രണ്ടാമത്തത് ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ വീട്ടിൽ എക്സസൈസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ വീട്ടുകാരൊക്കെ എന്താ എന്നെ കളിയാക്കി ചിരിക്കും. എൻ്റെ ഇളച്ചിമാരും മൂത്തച്ചിമാരും ചർച്ചാ വിഷയമാക്കും. അപ്പോൾ അല്ലേ, അല്ലെങ്കിൽ മറ്റുള്ളവർ എൻ്റെ അയൽവാസികൾ എന്തിനെക്കുറിച്ച് വിചാരിക്കുക, അങ്ങനത്തെ ഒരു ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ്. ആരെങ്കിലും എന്തെങ്കിലും വിചാരിച്ചോട്ടെ, ഇളച്ചിമാരോ മൂത്തച്ചിമാരോ എന്തെങ്കിലും വിചാരിച്ചോട്ടെ, നിങ്ങളത് ചിന്തിക്കണ്ട, നിങ്ങൾ എക്സസൈസ് ചെയ്ത് തുടങ്ങുക. മറ്റുള്ളവർ ഈ മലയാളി രക്ഷപ്പെടാത്തൊരു കാരണം എന്താ പറയുക, മലയാളി രക്ഷപ്പെടാതിരിക്കാൻ ഒരു പ്രധാന കാരണം മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും, മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് ചിന്തിച്ചിരിക്കുകയാണ്. ഇപ്പം ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു. അപ്പോൾ നമുക്ക് പുറത്തൊരു കച്ചവടം തുടങ്ങി നമുക്ക് നല്ല രീതിയിൽ വേണമെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ നാളെ മുതൽ ഒരു ഷോപ്പ് തുടങ്ങുക, അങ്ങാടി നല്ലൊരു ഷോപ്പ് തുടങ്ങുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് വേണമെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ നമ്മൾ പ്രശ്നം എന്താണ്, നമ്മളിപ്പോൾ ഒരു ഷോപ്പ് തുടങ്ങിയാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അപ്പോൾ ആ ഷോപ്പ് എന്തെങ്കിലും ഷോപ്പിലത് നഷ്ടം വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അങ്ങനെ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന് വിഷമിച്ചിരിക്കാനും മലയാളി മുഴുവൻ. മറ്റുള്ളവർ എന്തോ വിചാരിച്ചോട്ടെ, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് തോന്നുന്ന പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുക. എങ്ങനെ, എന്ത് എക്സസൈസ് ചെയ്തു തുടങ്ങുക, എക്സസൈസ് നല്ല രീതിയിൽ കഴിവിൻ്റെ പരമാവധി ചെയ്തു തുടങ്ങുക, അപ്പോൾ റിസൾട്ട് കിട്ടി വരും. പിന്നെ മറ്റൊരു കാരണമാണ് നോ സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസന കമ്മി. അത് മിക്ക ലേഡീസിനും അതിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ത് ചെയ്യുക, ഞാനത് ചെയ്താൽ ശരിയാകുമോ, ഞാനത് ചെയ്താൽ വിജയിക്കുമോ, ഒരു കോൺഫിഡൻസ്. ഈ ചിന്തകളൊക്കെ മാറ്റിയെടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഈ ചിന്തകൾ മാറ്റി എന്താ, തോൽവിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. ജയിക്കും, ഞാൻ ഇറങ്ങിയാൽ ജയിക്കും, ഞാൻ ഇതുവരെ എഴുതിയില്ല പരീക്ഷയും പാസ്സായിട്ടുണ്ട്, ഞാൻ ഇറങ്ങിയാൽ ജയിക്കും എന്നുള്ള മാനസികാവസ്ഥയിൽ നിൽക്കുക. പിന്നെ ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ്, മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നത് നമ്മൾ ചിന്തിക്കാനേ പാടില്ല. നമ്മൾ മറ്റുള്ളവരെ ചിലപ്പോൾ ഒന്നും വിചാരിച്ചിട്ടുണ്ടോ, നമ്മളിങ്ങനെ ചിന്തിക്കുക ഇളച്ചി മൂത്തച്ചി എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡ് വിചാരിക്കും കളിയാവും, വേണ്ട എക്സസൈസ് ചെയ്യേണ്ട. ആ ചിന്തകൾ നമ്മൾ മാറ്റിയെടുക്കുക. അപ്പോൾ ഇത്തരം ചിന്തകൾ നമ്മൾ ഇന്ന് മുതൽ മാറ്റാൻ പോകും. നമ്മുടെ ഫസ്റ്റ് മാറുക നമ്മുടെ ചിന്തകളാണ്. എന്നെക്കൊണ്ട് കഴിയും, ഞാൻ എക്സസൈസ് ചെയ്യും, ഞാൻ മെലിയും, ഞാൻ കഴിയും, ഞാൻ നല്ല കഴിവുള്ള ആളാണ്, എനിക്കെന്തെങ്കിലും അത് കഴിയും, അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ കൊണ്ടുവരിക. ഇനി മറ്റൊരു മാനസികാവസ്ഥയാണ്, നമ്മുടെ മനസ്സും ശരീരവും പരസ്പരം കണക്റ്റഡാണ്. മനസ്സ് ചിന്തിക്കുന്നത് ശരീരം പ്രവർത്തിക്കും, മനസ്സ് ചിന്തിക്കുന്ന അതേ രീതിയിലോ ശരീരം. ഇപ്പോൾ ഉദാഹരണം പറയാം, നമ്മളെ മനസ്സ് നമ്മോട് പറയാണ് ഇത് എന്നെക്കൊണ്ട് കഴിയില്ല, മനസ്സ് നമ്മളോട് പറയുകയാണ് ഇത് എന്നെക്കൊണ്ട് കഴിയില്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ശരീരം പറയാതെ എന്നെക്കൊണ്ട് കഴിയില്ല, നമ്മളോട് അങ്ങനെ അടങ്ങിയിരിക്കും. മനസ്സ് നമ്മോട് പറയണേ എന്തായാലും ഞാൻ മെലിയാൻ പോകുന്നില്ല, ശരീരം എന്ത് പറയും, ഞാൻ മെലിയാൻ പോകുന്നില്ല, വീണ്ടും ശരീരം ഇറക്കും. അത് തിരിച്ചു നോക്ക്, നമ്മൾ പറയാം, മനസ്സോട് പറയാം എന്നെക്കൊണ്ട് കഴിയും. നമ്മൾ ഒരു കിണറ്റിലിറങ്ങിയ കഥ പറഞ്ഞില്ലേ, കിണറ്റിലിറങ്ങാൻ മനസ്സ് പറയുന്നുണ്ട്, എനിക്ക് കിണറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു കയറാൻ പറ്റുന്ന അദ്ദേഹത്തിന് മനസ്സ് പറയുന്നുണ്ട്. ആ മനസ്സുറപ്പുള്ളവർക്ക് മാത്രമുള്ളൂ കിണറ്റിൽ ഇറങ്ങാൻ പറ്റുക. വളരെ ആരോഗ്യൻ്റെ കാര്യമില്ല, കിണറ്റിൽ ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റെപ്പ് കയർ കൊണ്ട് കയറാൻ കഴിയില്ല, ഒരു പേടി വരും. അപ്പോൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് വേണ്ടത് എന്നെക്കൊണ്ട് കഴിയും, ഐ ക്യാൻ, എനിക്ക് മനസ്സും ഉറപ്പിക്കാൻ എന്നെക്കൊണ്ട് കഴിയും, എന്നെക്കൊണ്ട് മെലിയാൻ പറ്റും, ഞാൻ എന്തായാലും മെലിയും, എനിക്കൊരു 6 മാസം 1 വർഷം കൃത്യമായിട്ട് മെലിയണം, ഇഷ്ടംപോലെ ഒരു വേഷം ധരിച്ച് നല്ല പ്രോഗ്രാമിലോ ഒരു കല്യാണത്തിലോ സൽക്കാരത്തിന് പങ്കെടുക്കണം, എൻ്റെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം, എൻ്റെ കിതപ്പ് ഒന്ന് മാറ്റണം, എൻ്റെ ശരീരത്തിൻ്റെ രൂപഘടനയൊക്കെ ഒന്ന് മാറ്റി നല്ല ഷേപ്പോടെ കൊണ്ടുവരണം എന്ന് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ ശരീരം പറയും ഓക്കെ ചെയ്യാം. അതേ ഇത്തരം ഈ രീതിയിൽ മനസ്സിനൊന്നും മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ പഠനങ്ങൾ പറയുന്നത്, ഇപ്പോൾ ആധുനിക കാലഘട്ടമാണ് ശാസ്ത്രം പറയുന്നത്, ഒരാൾ മെലിഞ്ഞ് വിചാരിച്ചോ, ഒരാൾ മെലിഞ്ഞിക്കണമെങ്കിൽ അതിനെ 80% അവരുടെ മനസ്സാണ് അതിനെ സഹായിച്ചിട്ടുള്ളത്. എക്സസൈസും ഫുഡും 20% മാത്രമേ സഹായിക്കുക. അതായത് 80% മൈൻഡ് സെറ്റിലാണ് മാറ്റം വന്നിട്ടുള്ളത്, 20% മാത്രമേ ഉള്ളൂ എക്സസൈസിൽ വരിക. അതായത് ചിന്തിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സാണ് പവർ. ഒരു മനുഷ്യൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യജീവൻ്റെ ഏറ്റവും പവർഫുള്ളായ കാര്യം എന്നുള്ളത് അദ്ദേഹത്തെ മസിലൊന്നും അല്ല, അദ്ദേഹത്തിൻ്റെ മൈൻഡ് സെറ്റ് ചിന്തകളാണ്. അപ്പോൾ ചിന്തകളൊന്ന് റെഡിയാക്കി എടുത്താൽ മാത്രമേ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് എന്ത് ചെയ്യുക, നമ്മൾ ചിന്തകൾ റെഡിയാക്കി എടുക്കുക. നമ്മളൊന്ന് നോക്കുക, ഒന്ന് കണ്ണടച്ച് മനസ്സ് കണ്ട് നോക്ക്. നമ്മളൊരു കാര്യം ഇങ്ങനെ മനസ്സിൽ കാണും നോക്ക്, നമ്മൾ ഇഷ്ടമുള്ളൊരു വേഷം ധരിച്ചിട്ട് ഒരു കല്യാണത്തിനോ സൽക്കാരത്തിനോ അടിച്ചു പൊടിച്ച് ഇങ്ങനെ പോകുന്നത് മനസ്സ് കണ്ട് നോക്ക്. നമ്മൾ ഇഷ്ടമുള്ള വേഷം, ഇഷ്ടമുള്ള ചുരിദാറോ ഇഷ്ടമുള്ള സാരിയോ ഇഷ്ടമുള്ള ജീൻസോ ടോപ്പോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേഷം നല്ല ഷേപ്പോടെ ധരിച്ച് പുറത്തിറങ്ങി നടന്നു പോകുന്നത് മനസ്സ് കണ്ട് നോക്ക്. ഒരു കല്യാണത്തിന് പോകുന്നത് മനസ്സ് കണ്ട് നോക്ക്.
അല്ലെങ്കിൽ വീട്ടിൽ നല്ല ആരോഗ്യത്തോടെ വീട്ടിലൊക്കെ സ്റ്റെപ്പ് കയറാൻ ഭയങ്കര പ്രയാസമായിരിക്കും, ചിലപ്പോൾ മുട്ട് മടക്കാനൊക്കെ ഭയങ്കര പ്രയാസമായിരിക്കും, ഇരിക്കാൻ പ്രയാസമുള്ള ആളുകൾ. അങ്ങനെ വീട്ടിൽ നമ്മൾ നല്ല ആരോഗ്യത്തോടെ നടക്കുമെന്ന് മനസ്സ് കണ്ട് നോക്ക്. നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല, ആ വീട്ടിൽ നല്ല ആരോഗ്യത്തോടെ വീട്ടിലും നാട്ടിലും നല്ല, അല്ലെങ്കിൽ പുറത്തൊക്കെ ഇറങ്ങി നല്ല ആരോഗ്യത്തോടെ നല്ല കയ്യും കറങ്ങി വീശി നടക്കുന്നതെന്ന് ആലോചിച്ച് നോക്ക്. അല്ലെങ്കിൽ മക്കൾ പറയാണ്, അമ്മ ഒന്ന് ബോഡിക്ക് ഒന്ന് ഉഷാറായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുണ്ട്, അമ്മ എന്താ നല്ല ആരോഗ്യതയെ കാണുന്നത്, നല്ല സന്തോഷം കാണുന്നുണ്ടല്ലോ. അങ്ങനെ മക്കൾ പറയുന്നൊന്ന് ആലോചിച്ച് നോക്ക്. അല്ലെ ഹസ്ബൻഡ് പറയാം, ജസ്റ്റ് നിങ്ങളെ തോണ്ടിയിട്ട് ഹസ്ബൻഡ് പറയാണ്, എന്താ ഒന്ന് ഭംഗി കൂടിയിട്ടുണ്ടല്ലോ അല്ലേ, എന്താ നല്ല ഡ്രസ്സൊക്കെ നല്ല ഷേപ്പിൽ വരുന്നുണ്ടല്ലോ, ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ല അയൽവാസികൾ പറയുന്നത്, കൂട്ടുകാർ പറയാം, എന്താ ഫിറ്റ്നസ്സിന് എന്താ ചേർന്നിട്ടുണ്ടോ, ബോഡിയിലൊക്കെ നല്ല മാറ്റങ്ങൾ വരുന്നുണ്ടല്ലോ, നല്ല ഷേപ്പിൽ വരുന്നുണ്ടല്ലോ. ഇത് നടക്കാൻ പോകുന്ന കാര്യമാണ്. ഇതൊക്കെ നമ്മളെ ലൈഫിൽ നടക്കാൻ പോകുന്ന കാര്യമാണ്. നമ്മൾ കാര്യത്തെക്കുറിച്ച് ഏത് കാര്യത്തെക്കുറിച്ചും ശാസ്ത്രീയമായിട്ടൊന്ന് ചിന്തിച്ച് നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മാറുന്ന മനസ്സാണ്. എന്നെക്കൊണ്ട് കഴിയില്ല എന്നുള്ള കാര്യം മാറ്റിയിട്ട് എന്നെക്കൊണ്ട് കഴിയും, ഞാൻ മെലിയില്ല എന്നുള്ള കാര്യം മാറ്റിയിട്ട് ഞാൻ മെലിയും എന്ന കൺസെപ്റ്റിലേക്ക് വരിക. എന്നെക്കൊണ്ട് കഴിയും, ഞാൻ മെലിയാൻ പിടി വാശി നിന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ നിൽക്കും. ഇതിൽ നിങ്ങളെ ബോഡിയല്ല നിങ്ങളെ ശത്രു, നിങ്ങളെ മനസ്സുമല്ല നിങ്ങളെ ശത്രു, നിങ്ങളെ ചിന്തകളാണ് നിങ്ങളെ ശത്രു. ഈ ചിന്തകളാണ് മാറ്റേണ്ടത് ഫസ്റ്റ്. അപ്പോൾ യെസ് ഐ ക്യാൻ പറഞ്ഞു, ഇത് പറയാം, എല്ലാവരും പറയാം യെസ് ഐ ക്യാൻ പറയോ, എല്ലാവരും പറയണം, മനസ്സിൽ പറയണം യെസ് അതെ എനിക്ക് കഴിയും, യെസ് ഐ ക്യാൻ, എനിക്ക് മെലിയാൻ കഴിയും. ഞാൻ ഇന്ന് മുതൽ എന്ത് ചെയ്യാം, മെലിയുന്നതിനെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങുകയാണ്. ഞാൻ ഇന്ന് മുതൽ എക്സസൈസിൻ്റെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങുകയാണ്. എനിക്ക് എന്തായാലും എനിക്ക് മെലിഞ്ഞേ പറ്റൂ, എനിക്ക് എന്നെ കളിയാക്കിയ ആളുടെ മുമ്പോട്ട് നടക്കേണ്ടതുണ്ട്. പലരും എൻ്റെ തടിനെ കുറിച്ച് എന്ത് ചെയ്യുക, പലരും മോശമായി സംസാരിച്ചിട്ട് അവരെ മുന്നിലൂടെ എനിക്ക് നെളിഞ്ഞ് നടക്കേണ്ടതുണ്ട്. എനിക്ക് നല്ല ഷേപ്പോടെ ഇഷ്ടമുള്ള വേഷം, എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് ഡ്രസ്സുകൾ എൻ്റെ വീടുകളിൽ അലമാരയിൽ മടക്കി വെച്ചിട്ടുണ്ട്, ഒരുപാട് ചുരിദാറുകൾ അതിൽ പല ഡ്രസ്സുകളും മടക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള വേഷം എടുത്തിട്ട് എന്ത് ചെയ്യുക, നല്ല ഷേപ്പോടെ നല്ല ആരോഗ്യത്തോടെ എന്ത് ചെയ്യാം, പുറത്തിറങ്ങി നടക്കണം എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം. ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കുക, പിന്നെ എക്സസൈസ് തുടങ്ങുക. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്ലാസ്സിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ചെയ്യാം.